കുറക്കാനും പറ്റും. ഓക്കെ, ഇത് കഴിഞ്ഞ് ഇപ്പോൾ രണ്ടാമത്തെ റിൻസിങ്ങും കഴിഞ്ഞു. ഇനി നമ്മുടെ ചോയ്സാണ് ഈ വെള്ളം കളഞ്ഞിട്ട് അടുത്ത ഒരു റിൻസിങ് കൂടെ വേണോ അല്ലെങ്കിൽ ഇതുകൊണ്ട് തന്നെ ഇതാക്കണമെന്ന്, മീൻസ് ഹൈഡ്രോ ആക്കണമെന്ന്. നമ്മൾ 2 റിൻസ് 3 റിൻസ് നമ്മൾ അടുത്ത ഹൈഡ്രോ കൊടുത്തു. ഒരു കാര്യം എപ്പോഴും ശ്രദ്ധിക്കണം, ഹൈഡ്രോ കൊടുക്കുന്നതിന് മുമ്പ് നമ്മൾ നോക്കണം ഡ്രമ്മിൽ വെള്ളം ഉണ്ടായിരിക്കണം. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മൾ വെള്ളം ഇല്ലാണ്ടാണ് ഹൈഡ്രോ ചെയ്യുന്നതെങ്കിൽ ഡ്രമ്മ് ബാലൻസ് ആവത്തില്ല. പതയുടെ അല്ല, ഡ്രമ്മ് ബാലൻസ് ആവത്തില്ല, ഒരു സൈഡിലേക്ക് മാത്രം വെയിറ്റ് വരും. അപ്പോൾ അത്രയും സ്പീഡിൽ കറങ്ങുന്ന കാരണം ഈ ഒരു മെഷീന് നല്ല ഷെയ്ക്ക് വരും വെച്ചാൽ ഓക്കെ, ഭയങ്കരമായിട്ടുള്ള ജെർക്കിങ് വരും. അപ്പം അത് ഒഴിവാക്കാനായിട്ട് നമ്മളെപ്പോഴും വെള്ളം കയറ്റിയിട്ട് വേണം മാനുവലായിട്ട് ചെയ്യുമ്പോഴത്തേനും നമ്മൾ ചെയ്യാനായിട്ട്. ഓക്കെ, ഓട്ടോമാറ്റിക് ആണെങ്കിൽ അതിൻ്റെ അകത്ത് സെറ്റഡ് ആയിരിക്കും, പ്രോഗ്രാം എല്ലാം നമ്മൾ അതനുസരിച്ചാണ് സെറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ഓൾറെഡി ഇതിൻ്റെ അകത്ത് വെള്ളമുണ്ട്, അതുകൊണ്ട് കുഴപ്പമില്ല. ഇവിടെ ഹൈഡ്രോ ചെയ്തു, ഹൈഡ്രോ 3 ഓൺ ചെയ്തു. നമ്മൾ 300 കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മൾ ഇതിൻ്റെ അകത്ത് തന്നെ ഒരു എക്സ്റ്റേണൽ ആയിട്ടുള്ള ഫംഗ്ഷൻ കൊടുത്തിട്ടുണ്ട്. അഥവാ വെള്ളം ഇല്ലെങ്കിൽ വെള്ളം വന്നിട്ട് വേണം ഹൈഡ്രോ തുടങ്ങാനായിട്ടെന്നുള്ള ഒരു ലെവലിൽ, അതുകൊണ്ടാണ് ആ വെള്ളം വന്നത്. ഇതിപ്പോൾ എന്താണെന്നറിയാമോ, ഇപ്പോൾ ഡ്രമ്മ് ബാലൻസ്ഡ് ആയി, ഏകദേശം എല്ലായിടത്തും തുണി എത്തി. അല്ലെങ്കിൽ ഒരു സൈഡിലേക്ക് മാത്രം തുണി ഇരുന്ന് അവിടെ മാത്രം വെയിറ്റ് കൂടും. അല്ല, ഇതാടും, അതിനുവേണ്ടി ഷോക്ക് അബ്സോർബർ ഇതാടണം. ഞാൻ പറഞ്ഞു, ഇത് ആടി വന്ന് ഒരിക്കലും ബോഡിയിൽ ഇടിക്കാൻ പാടില്ല. ഇതാടുന്നതുകൊണ്ട് ഒന്നും സംഭവിക്കില്ല, പക്ഷെ ഇതുമേൽ ഒരു അനക്കം പോലും തട്ടത്തില്ല. അതിന് നമ്മൾ കൗണ്ടർ വെയിറ്റ് കൊടുത്തിട്ടുണ്ട്, 4 ഷോക്ക് അബ്സർ കൊടുത്തിട്ടുണ്ട്. പൊക്കത്ത് 2, 4, 6, 8 സ്പ്രിങ്ങിലുമാണ് ബാലൻസ് ചെയ്ത് നിർത്തിയേക്കുന്നത്. ഇതാണ് നേരത്തെ നമ്മൾ വാഷിങ്ങിന് 15 ഹെർട്സ് ആയിരുന്നെങ്കിൽ സ്പിന്നിങ്ങിന്റെ ടൈമിൽ നമ്മൾ 80 ഹെർട്സാണ് കൊടുത്തിരിക്കുന്നത്.